അർജന്റീന ഖത്തറിലെ മണ്ണിൽ ആ ലോക കിരീടം ഉയർത്തിയത് ഇന്നലെ എന്ന പോലെ നമ്മുടെ മനസ്സിലുണ്ട്. ലയണൽ മെസ്സിക്ക് അർഹിച്ച ആ കിരീടം കൂടിയായപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടും ഗോട്ടായി മാറുകയായിരുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അങ്ങനെ ലോകകപ്പിന്റെ ആവേശം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ലോകകപ്പ് എത്താൻ പോവുകയാണ്. ഇത്തവണ എവിടെയാണ്? 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ അടുത്ത ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങാൻ പോവുകയാണ്. USA, മെക്സിക്കോ, കാനഡ, ഇങ്ങനെ 3 വേദികൾ. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. അതിനുശേഷമുള്ള ആദ്യ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ഫിഫ. ഇപ്പോൾ 1 മില്യൺ ടിക്കറ്റുകൾ, അതായത് 10 ലക്ഷം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയി എന്നാണ് ഫിഫ പറയുന്നത്. ഈ മാസം ആദ്യമാണ് ടിക്കറ്റ് വിൽപ്പന ഔദ്യോഗികമായി ആരംഭിച്ചത് തന്നെ. അപ്പോഴേക്കും 10 ലക്ഷം പേർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഏറ്റവും ഡിമാൻഡ് അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആതിഥേയ രാജ്യങ്ങളായ USA, മെക്സിക്കോ, കാനഡ എന്നീ സ്ഥലങ്ങളിൽ തന്നെയാണ്. 212 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഫുട്ബോൾ പ്രേമികൾ ടിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നും ഫിഫ പറയുന്നു. ആതിഥേയ രാജ്യങ്ങളിലെ കാണികളെ മാറ്റി നിർത്തിയാൽ ഇംഗ്ലണ്ട്, ജർമ്മനി, ബ്രസീൽ, സ്പെയിന്, കൊളംബിയ, അർജന്റീന, ഫ്രാൻസ് എന്നീ ക്രമത്തിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാരുടെ ഒരു തിക്കും തിരക്കും. ആകെയുള്ള 48 സ്പോട്ടുകൾ, അതായത് 48 ടീമുകളാണല്ലോ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 22 ടീമുകൾ മാത്രമാണ് ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ളത്. എന്നിട്ടും ഇത്രയേറെ ആവശ്യക്കാർ ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നതിൽ ആവേശം കൊണ്ടിരിക്കുകയാണ് ഫിഫ അധ്യക്ഷൻ ജിയാനി ഇൻഫന്റീനോ. ഈസ്റ്റ് റുദർഫോർഡ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ട ഫൈനൽ പോരാട്ടത്തിലെ ടിക്കറ്റ് നിരക്കുകൾ അല്പം കഠിനമാണ് കേട്ടോ. $9,538 മുതൽ $57,500 വരെയാണ് ഒരു സീറ്റിനുള്ള ടിക്കറ്റ് നിരക്ക്. എന്നാൽ പ്രത്യേക ഒരു മത്സരത്തിന്, അതായത് ഏതെങ്കിലും ഉദാഹരണത്തിന് ഇപ്പോൾ സെനഗലും മൊറോക്കോയും ഏറ്റുമുട്ടുകയാണെന്ന് കരുതുക, ആ മത്സരത്തിന് എത്ര ടിക്കറ്റുകൾ വിറ്റു എന്നോ അത്തരത്തിലുള്ള കണക്കൊന്നും ഫിഫ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 1990 മുതൽ എല്ലാ ലോകകപ്പുകളിലും ഉള്ളതുപോലെ ടിക്കറ്റുകളുടെ വിലപ്പട്ടികയുടെ ഒരു ഗ്രിഡ് ഫിഫ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അതും ചെയ്തിട്ടില്ല. സുരക്ഷ മുൻനിർത്തി ബോസ്റ്റൺ പോലുള്ള സ്ഥലങ്ങളിലെ മത്സരങ്ങൾ ചിലപ്പോൾ മാറ്റിയേക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനിടയിലാണ് ഈ ടിക്കറ്റ് വിൽപ്പന ഇങ്ങനെ പൊടി പൊടിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ മാസം നടന്ന നറുക്കെടുപ്പിലൂടെയാണ് 4.5 ദശലക്ഷം അപേക്ഷകരിൽ നിന്ന് ആദ്യ റൗണ്ടിലെ ടിക്കറ്റ് നേടാൻ അർഹതയുള്ളവരെ ഫിഫ കണ്ടെത്തിയത്. ഇനി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 27-നാണ്. 104 മത്സരങ്ങളാണ് ആകെ. ഈ 104 മത്സരങ്ങൾക്കുള്ള ഒറ്റ ടിക്കറ്റ് സംവിധാനവും ഉടൻ പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഫിഫ. 16 വേദികൾ, അവിടെ 104 മത്സരങ്ങളിലേക്കായി ഇനി അവശേഷിക്കുന്നത് ഏതാണ്ട് 7.1 ദശലക്ഷം സീറ്റുകളാണ്. അതായത് ഏകദേശം ഒരു 70 ലക്ഷം സീറ്റുകൾ മാത്രം ബാക്കിയുണ്ട്. ഇനി ഇതിൽ എത്ര എണ്ണം വിൽപ്പനയ്ക്കുണ്ട് എന്നുള്ളതും വ്യക്തമല്ല. കാരണം ഫിഫയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്പോൺസേഴ്സ്, കോംപ്ലിമെൻ്ററി, ഇത്തരത്തിൽ കുറേ പാസുകൾ, മീഡിയ പാസുകൾ ഉൾപ്പെടെ കുറേ പോകാനുണ്ടല്ലോ. അപ്പോൾ എത്ര എണ്ണം നമുക്ക് ടിക്കറ്റ് വാങ്ങാൻ കഴിയുമെന്നുള്ളത് ഫിഫ വ്യക്തമാക്കിയിട്ടുമില്ല. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ഒരു സീറ്റിന് $60 ലോകകപ്പിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു മത്സരം കാണണമെങ്കിൽ ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് $60 മുടക്കണമെന്ന് ചുരുക്കം. ഉദ്ഘാടന മത്സരത്തിലെ ടിക്കറ്റ് നിരക്ക് ആദ്യം $560 മുതൽ $2,735 വരെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റീസെയിൽ സൈറ്റിലെത്തിയപ്പോൾ 61,000-ന് മുകളിലാണ്. 4 കാറ്റഗറിയിലുള്ള സീറ്റുകളാണ് ഫിഫ കാണികൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാണികൾക്ക് ഈ 4 കാറ്റഗറിയിൽ നിന്നും ഓപ്റ്റ് ചെയ്യാം ഏത് ടിക്കറ്റ് വേണം, ഏത് സീറ്റ് വേണമെന്ന്. ഏറ്റവും മികച്ചത് എന്ന് ഫിഫ പറയുന്നത് കാറ്റഗറി 1 ആണ്. കാറ്റഗറി 1 ഏറ്റവും അടുത്ത്, ഏറ്റവും ഭംഗിയായി മത്സരം കാണാൻ കഴിയുന്ന സീറ്റുകൾ, അതാണ് കാറ്റഗറി 1-ലുള്ളത്. ഇനി അതുപോലെ കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4. ഇനി കാറ്റഗറി 4-ലേക്ക് എത്തിയാൽ ആ സീറ്റുകൾ മിക്കവാറും സ്റ്റേഡിയത്തിൻ്റെ അപ്പർ ടയറുകൾ, അതായത് ഏറ്റവും മുകളിലത്തെ തട്ടിലൊക്കെ ആയിരിക്കും. ദൂരെ നിന്ന് കാണുന്ന ഒരു ഫീൽ ആയിരിക്കുമെന്ന് ചുരുക്കം. എന്തായാലും രണ്ടാം ഘട്ട ടിക്കറ്റ് വിൽപ്പനയ്ക്ക് നറുക്കെടുപ്പ് നവംബർ പകുതിയോടെ ഉണ്ടാകും. 3-ാം ഘട്ടം ടീമുകളെ ഗ്രൂപ്പുകളായി തിരിച്ച ശേഷമായിരിക്കും 3-ാം ഘട്ടം ഉണ്ടാവുക എന്നും ഫിഫ അറിയിക്കുന്നു. ടൂർണമെൻറ്റിൻ്റെ കിക്ക് ഓഫിന് തൊട്ട് മുൻപ് വരെ ടിക്കറ്റുകൾ ലഭ്യമായിരിക്കുമെന്നും ഫിഫ പറയുന്നുണ്ട്. ആദ്യം വരുന്ന ആൾക്ക് ടിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ടിക്കറ്റുകൾ ഉണ്ടാകുമെന്ന് ഫിഫ ഇപ്പോൾ പറയുന്നു. പക്ഷേ ഈ ഡിമാൻഡ് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ആ സമയത്തേക്കൊക്കെ ടിക്കറ്റുകൾ ബാക്കിയുണ്ടോ എന്ന് കാത്തിരുന്നു കാണണം. ഇനിയും നമുക്കറിയാം, ഫുട്ബോൾ ലോകകപ്പ് എന്നാൽ അത് കാണികളുടെ ഉത്സവമാണ്, അതൊരു കാർണിവലാണ്.
അതിൽ യൂറോപ്യൻ ഫുട്ബോൾ ആരാധകരുടെ വരവൊക്കെ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ സ്വന്തമായൊരു ബസ്സായി അത് വീട്ടിലെ ചട്ടിയും കലവും കിടക്കയും ഉൾപ്പെടെ എല്ലാം എടുത്ത് ലോകകപ്പിനെത്തുന്ന ഓറഞ്ച് പടയുടെ ആരാധകരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ആരാധകരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ US-ലെ കർശന വിസ ചട്ടങ്ങൾ ഈ ലോകകപ്പ് ഇത്തരത്തിൽ ആസ്വദിക്കാൻ എത്തുന്നവരെ നിരാശരാക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഈ കൂടും കുടുക്കയുമായി ഇറങ്ങുന്ന ആരാധക പടയെ എങ്ങനെ സ്വീകരിക്കും അമേരിക്ക? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് കാത്തിരുന്നതിന് കാണണം. എന്താണെങ്കിലും ടിക്കറ്റ് വിൽപ്പന ആവേശകരമാണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അമേരിക്കൻ ടൈം ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് നേരെ തിരിച്ചുള്ള സമയമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എങ്കിലും നമ്മളും ആവേശത്തിൽ കുറവൊന്നുമില്ലല്ലോ. ഈ പറയുന്ന ഇന്ത്യക്കാരും നിരവധി പേർ ടിക്കറ്റ് എടുത്ത് US-ലുണ്ടാവും, മെക്സിക്കോയിലുണ്ടാകും, ഒപ്പം കാനഡയിലുണ്ടാകും.